ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴേക്ക് റെഡി ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന എയർബിഎൻബിയുടെ താഴെ വന്ന് നിൽക്കുവാണ്. ഒരു 7:45 നമ്മുടെ ഒരു ബസ് വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഹണ്ടാണ് ഈ കാണുന്നത്. നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ അടുത്തുള്ള സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടന്നു, മഴയൊക്കെ ആയിരുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ തിരിച്ച് വന്നിടത്ത് തന്നെ പോയി നമ്മുടെ ബസ് നമ്മളെ പിക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹാരോങ് ബേ ആണ്. അപ്പോൾ അവിടെ ക്രൂസിൽ അവർ 3 സ്ഥലങ്ങൾ കവർ ചെയ്യും. അങ്ങനെ നമ്മളൊരു പാക്കേജ് പോലെ എടുത്തേക്കുവാണ്. നമ്മൾ ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വഴി അതിൽ ഇച്ചിരി റിവ്യൂസൊക്കെ നോക്കി അങ്ങോട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് അവിടെ പോയിട്ടും ആൾക്കാർ ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് ബുക്ക് ചെയ്യാനും പറ്റും. നമ്മളാ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നേ നമ്മൾ തന്നെ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോയി. അറൗണ്ട് ഒരു ഇന്ത്യൻ റുപ്പി 4,000 റേഞ്ച് പെർ പേഴ്സൺ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ നമ്മളെ 7:45 ആകുമ്പോൾ നമ്മൾ പറയുന്ന ലൊക്കേഷനിൽ ഇവർ നമ്മളെ പിക്ക് ചെയ്യും. ഇത് നമ്മുടെ ഗൈഡാണ്. ആളിങ്ങനെ ഓരോന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ പോകുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണെങ്കിലും, പോകുന്ന റോഡ്, അവിടെ കാണുന്ന ഇപ്പോൾ ഈ ബ്രിഡ്ജിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ആൾ ഭയങ്കര രസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇത് ഞങ്ങൾ ഈ ക്രൂസ് സെലക്ട് ചെയ്ത് ഹെർക്കുലീസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ക്രൂസാണ്. നമ്മൾ വേറെ റീസണൊന്നുമില്ല, എല്ലാത്തിനും നമ്മൾ റിവ്യൂ വായിച്ച് നോക്കി. ഇത് ഇച്ചിരി പുത്തനായതുകൊണ്ട് അത്ര അധികം നെഗറ്റീവ് റിവ്യൂസ് ഇല്ലായിരുന്നു, ഒരുവിധം പോസിറ്റീവായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തു. ഇവരൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് തന്നായിരുന്നു, ടോയ്ലറ്റ് ബ്രേക്ക് പോലെ അവർ വെച്ചത്. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഇത് മേടിച്ചു. ഇതിൻ്റെ പേരെന്തോ ബാൻ ബൗന്ന് എന്തോ ആണ്. ഇത് പോർക്കിൻ്റെയാണ് ഫില്ലിങ് വരുന്നത്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ലൈം സ്റ്റോൺസൊക്കെ കണ്ടു തുടങ്ങി പോകുന്ന റോട്ടിൽ. ഈ റോഡും സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ്. ആളിതിൻ്റെ കഥയും ഇതൊക്കെ വിവരണം തരുന്നുണ്ട് നമുക്ക്. To the Ha Long City. Yes, you know, before 2017, if you want to go to Ha Long Bay from to Hanoi, you spend around 6 hours. 6 hours all the way. Long time all the way. Yeah, listen. Yeah. Congestion. Yeah, congestion. Yes, congestion side. Yeah. And so now we came here ready. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇതെല്ലാ ക്രൂസിനും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഓരോ ക്രൂസ് ചിലപ്പോൾ നേരെ തന്നെ നമ്മൾ മറീനയിൽ പോയിട്ട് ക്രൂസിൽ കയറുമായിരിക്കും. അപ്പോൾ ഇവർക്ക് ആദ്യം ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഈ പേൾ മ്യൂസിയം, പേൾ ഫാം സംതിങ്. ഞാൻ എൻട്രിയും കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. ഇത് സ്കാം ആയിരിക്കും, വെറുതെ അലമ്പായിരിക്കും, അങ്ങനെയൊക്കെ. ഭയങ്കര ഒരു വാവില്ലെങ്കിലും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഓയിസ്റ്റേഴ്സ് എടുത്തിട്ട് അതിലേക്ക് ന്യൂക്ലിയസ് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പേൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെ ഭയങ്കര ഇതായിട്ട് അവർ പറഞ്ഞു. നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്കൊരു വൺ ടൈം വ്യൂ നല്ലതായിരുന്നു. So that's the reason why we call it the natural culture. Yeah, culture, but really natural. Yeah. And after harvesting, we can look more round, more shiny, more highlighter, so high quality. For example, like this, you can see this one the better quality than that. Yeah, you can see. And we have a different quality from B to 4A. You can see. That's it. B for the imperfect shape, the lowest quality. Yeah. Single A, double A is the medium quality. അങ്ങനെ ഇവർ ഉണ്ടാക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ അവിടെ ഇത് സെയിൽസിന് വെച്ചിട്ടുണ്ട്. പേളിൻ്റെ മാല, കമ്മൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ട് സെയിൽസിന് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ കണ്ടു പോന്നു, നമുക്കാർക്കും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് മെറീനയിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ക്രൂസിലേക്ക് എൻട്രി ചെയ്യുക. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഡേ ടൂർ വന്നവരുണ്ട്, അതേസമയം ട്രോളൊക്കെ ആയിട്ട് 2 ദിവസം ക്രൂസിൽ സ്റ്റേ ചെയ്യുന്ന ട്രിപ്സും ഉണ്ട്. അത് ഇച്ചിരി കൂടിയും പൈസ ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ വന്നു. Okay, everybody, please stay here. Wait for me a few minutes. I buy the ticket for everybody. Yes, okay. അതാണ് തോന്നുന്നടാ. Okay, ladies and gentlemen, today the boss pick up everybody today. Her name is Hercules Brand. Please take your photo before we get the boat. Yes. And you back to the crew.
അങ്ങനെ നമ്മൾ ക്രൂസിൽ കയറി നല്ല നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ സ്റ്റാഫ് എല്ലാവരുടെയും. സംഭവം കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്രൂസിൽ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഭാവം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മുന്നേ കണ്ടത് ഒരു ഗൈഡാണെങ്കിൽ ഇതും നമ്മുടെ രണ്ടാമത്തെ ഒരു ഗൈഡാണ്. അപ്പോൾ ആളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക നമ്മുടെ എത്ര സ്റ്റോപ്പുകൾ ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് അങ്ങനെ. അതേസമയം ഇവർ നമുക്ക് സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആദ്യം നമുക്ക് ലഞ്ചുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്പോട്ടിലായിട്ട് ഇറങ്ങുന്നുള്ളൂ. ഇവർ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവർ കൺഫർമേഷനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞ് ട്രിപ്പിൻ്റെ തൊട്ട് മുന്നേ ദിവസം ഗൈഡ് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ കൊണ്ടുവരാളതായിരിക്കും. ജാക്കറ്റ് എടുക്കണം, സൺസ്ക്രീൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഏറ്റവും യൂസ് ആയത് ജാക്കറ്റായിരുന്നു. കാരണം വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ജാക്കറ്റായിരുന്നു. ഫുഡും നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര തുടങ്ങി. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഫുള്ള് ലൈം സ്റ്റോൺസും പിന്നെ കുറേ ക്രൂസുകളൊക്കെ ആയിട്ട്. ഇതിനേക്കാളും ഭേദം എന്താണ്? ഞാൻ ഇവിടെ പുറത്ത് പോയി കോഴിക്കോട് ഇരിക്കണ കാര്യം എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. വയറിനിറങ്ങിയില്ലേ? ഞാൻ ഒന്നും അറിഞ്ഞു. ഇനി രാത്രി ഇനി ഇവിടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഉണ്ട്. കേക്ക് കിട്ടും. ഈ കേക്ക് അത് ഞാൻ അർച്ചനയുടെ കേക്ക് എടുത്തിട്ട് വരാം. സോറി, അർച്ചനയുടെ കേക്ക് 45 come back. 3 പറഞ്ഞപ്പോൾ ആള് 4 പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി എത്തി. ഇവിടെ നമുക്ക് 3 ഓപ്ഷനുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് കയാക്കിങ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാംബു ബോട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ട് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ബാക്കിയുണ്ട് നമ്മുടെ കയ്യിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ബാംബു ബോട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗേറ്റ് നമ്പേഴ്സ് പറയും. പിന്നെ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ക്രൂസിലേക്ക് തിരിച്ച് വരണമെന്ന് പറയും. ക്രൂസ് അവരോട് പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ച് വരണമെന്ന് പറയും. അപ്പം നമ്മളങ്ങനെ നമ്മളെല്ലാവർക്കും കൂടി ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് കയറി. അപ്പോൾ ഇങ്ങനെ കേവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. നല്ല വൈബായിരുന്നേ. നമ്മൾ താഴെയാണ്. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ക്രൂസിലെത്തി. നമ്മൾ വെച്ച് ചുമ്മാ നടന്ന് മേലെയൊക്കെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം, ക്രൂസൊക്കെ കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പ്, സർപ്രൈസിങ് കേവ്. ഇത് അധികം സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ കയറാമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിന്ന് കയറണം. അപ്പോൾ എനിക്ക് മുട്ടുവേദനയോടെ എനിക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിന്നെ ക്രൂസിൽ പോയിരിക്കണം. കാരണം ഇവർ കയറുന്നത് ഒരു വഴിക്കും ഇറങ്ങുന്നത് വേറെ വഴിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പയ്യെ കയറാം എന്നുള്ള രീതിയിൽ കാലുമ്മ ബെൽറ്റൊക്കെ ഇട്ടിട്ട് കയറി.
ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ പേര് പറയുന്ന പോലെ തന്നെ എൻ്റെ ഉള്ളിൽ സർപ്രൈസാണ്. രസമായിരുന്നു കാണാനായിട്ട്. കുറച്ചൊക്കെ അവർ പറയുന്നത് നാച്ചുറലി വന്നതും പിന്നെ കുറച്ചൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തതുമാണ്. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ നല്ല രസമുണ്ട്. ഇതിനെ കാണാനായിട്ട് ഒരു ആമയുടെ ഷേപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറയുമ്പോൾ ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ എന്താ നമുക്ക് ലോങ് ലൈഫൊക്കെ കിട്ടും. അപ്പോൾ നമ്മളും ചുമ്മാ ആൾ പറഞ്ഞപ്പോൾ തൊട്ട്. അങ്ങനെ നമ്മുടെ കേവിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ക്രൂസിൽ കയറി 3ാമത്തെ സ്റ്റോപ്പിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്, ടീ ടോപ്പ് ഐലൻഡ് എന്ന് പറയും. ഇവിടെ നമുക്ക് 2 ആക്ടിവിറ്റി ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഹൈക്കിംഗ് എടുത്തിട്ട് മേലെ പോയിട്ട് വ്യൂ കാണാം, അല്ലെങ്കിൽ നമുക്ക് സ്വിമ്മിങ് എടുക്കാം. ഇവിടെ മാത്രമാണ് ഈ ആലോങ് ബേയിൽ സ്വിമ്മിങ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വെച്ച് വ്യൂ കാണാം. പക്ഷേ അത് ഇച്ചിരി സ്റ്റെപ്സ് ഇച്ചിരി സ്റ്റീപ്പായിരുന്നു, ക്രൗഡും ഉണ്ടായിരുന്നു. ഒരു 400 അറൗണ്ട് സ്റ്റെപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും കയറിപ്പോകാൻ മാത്രം വ്യൂ ഉള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ ടീ ടോപ്പ് ഐലൻഡിൽ നിന്ന് തിരിച്ച് വന്ന് ക്രൂസിൽ കയറി. അവർ നമുക്ക് ചായയും സ്നാക്സും കേക്കും ബിസ്ക്കറ്റ്സൊക്കെ തന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ച് സ്റ്റോപ്പ് ഒന്നുമില്ല. നമ്മൾ തിരിച്ച് മറീനയിൽ പോകും. എന്നിട്ട് നമ്മൾ വന്ന ബസ്സിൽ തന്നെ അവർ നമ്മളെ പിക്ക് ചെയ്തെടുത്ത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചുമ്മാ ക്രൂസിലൊക്കെ കുറച്ച് നേരം കൂടി നടന്ന് ഗെയിംസൊക്കെ കളിച്ച് സമയം കളഞ്ഞു. ഇത് നമ്മൾ തിരിച്ച് ഹനോയ് ഓൾഡ് ക്വാർട്ടേഴ്സിലെത്തി. നമ്മൾ രാവിലെ സാറ്റർഡേ പോകണമെന്ന് വിചാരിച്ചൊരു ചാപ്പലായിരുന്നു. നമ്മൾ ബസ്സിലിരുന്ന് തന്നെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ നടക്കുന്ന വഴിക്ക് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് കുറച്ച് കോഫിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് ഈ നൈറ്റ് മാർക്കറ്റൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചുമ്മാ നടന്ന് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ചു. ഇവരുണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പെണ്ണിനെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഭയങ്കര രസമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. എന്താ പറയുക, ഞാൻ കോപ്പിറൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഇട്ട് തന്നെ ഭയങ്കര വൈബായിരുന്നു കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ ചുമ്മാ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടന്നു. നല്ലൊരു കഫേയാണ്, ഭയങ്കര എസ്തെറ്റിക്സ്. അപ്പോൾ നമ്മൾ ചുമ്മാ വീഡിയോ എടുത്തു, നമ്മുടെ ലിസ്റ്റിലില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അർച്ചന കണ്ടുപിടിച്ചതാണ്, പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് തന്നെ, ഇത് ഇൻസ്റ്റയിൽ റീല് കണ്ടതാണ്. ഈ ഇവിടുത്തെ ചേച്ചിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലേക്കൊക്കെ വന്ന് ചൂട് വെള്ളത്തിൽ കുളിച്ച് ആ ഉടുപ്പൊക്കെ മാറിയപ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. ഇതാണ് നമ്മൾ ഡിന്നറായിട്ട് മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാന്നുള്ളതുകൊണ്ട് മേടിച്ചിട്ട് പോന്നു. ഇതിൻ്റെ പേര് ബാൻമി എന്നാണ്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് എടുക്കാം. ഞാൻ പോർക്ക് ഫില്ലിംഗ് ഉള്ളത് എടുത്ത്, പോർക്ക് സോസേജ് എടുത്തേ. പിന്നെ അവിടെ കുറേ ഉള്ളൊരു കടയാണ് ഈ സർക്കിൾ കെ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് പോലെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബണ്ണൊക്കെ മേടിച്ചു വെച്ചു. കാരണം അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ തന്നെ നിൻബിന്നിലോട്ട് ടൂറുണ്ട്. അപ്പോൾ രാവിലെ 7:30 ആകുമ്പോൾ നമ്മുടെ വണ്ടി പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബണ്ണൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് കൊതിയായിട്ട് നമ്മൾ 2-3 സ്നാക്സ് എടുക്കാം. അതിലത്തെ ഒരു ഐറ്റമാണ് ഇത്. അയ്യോ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. എരിഞ്ഞല്ലേ അവസാനം നീ മൂക്ക് വലിച്ചെരിയും. അപ്പൊ നീ ദുഃഖിക്കും. അപ്പൊ നീ എന്നെ ഓർക്കും. സൂപ്പർ ഒരു വേറെ ചീസ് കേക്ക് ഫീല് ചോക്ലേറ്റ്